ഒരു തെണ്ടികളെ കാണുന്നില്ലാന്ന് ഒരുത്തനും ഫോണും എടുക്കുന്നില്ല. ഏതാ പറയാ വരുന്നേ? നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അടക്കും ഇന്റർവ്യൂ. ഇത്രയും ദാരിദ്ര്യം വിളിച്ച കമ്പനി. ദാരിദ്ര്യം തന്നെയാ. എന്തേ അത് പോയില്ലേ? അതും പോയടോ. കോലത്തിലൊക്കെ കാര്യം നടക്കൂല. ഞായറാഴ്ച കേട്ടെന്താ പരിപാടി? ഞായറാഴ്ച എനിക്ക് വന്ന് അടുത്ത പരിപാടി നോക്കണം. ഞായറാഴ്ച ഇന്റർവ്യൂ വെച്ചോനെ ആദ്യം പോയി തല്ലണം. ഇല്ലാത്തൊരു ഞായറാഴ്ച. എനിക്ക് പിന്നെ ഒന്നും ഞായറാഴ്ച അതിനെ കൊണ്ട് കുഴപ്പമില്ല. എടാ എന്താ ഒപ്പിക്കണം? 5ന്റെ പൈസ എന്തെങ്കിലൊന്നും ഇല്ലേ? ഉണ്ട്, ഉള്ളതാണ്. പറയുന്നില്ല. എല്ലാം ദരിദ്രവാസികളാണല്ലോ. ആരെങ്കിലും വരും, നോക്ക. ആരെ കിട്ടാൻ ഒരുത്തനും ഫോൺ എടുക്കുന്നില്ല. ആരാണോ നോക്കലേ പരിപാടി. പനിക്ക് പോവാണ്. ദക്ഷിണയായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഇങ്ങോട്ടല്ലേ വരണ്ടേ? ഒരു രൂപയുള്ളൂ. അതൊക്കെ ഉള്ളൂ. എൻ്റെ തന്നു 50 എന്റെ അടുത്ത് 1 റുപ്യ അതിലുണ്ടല്ലോ എന്തേലും. അയ്യോ പോയി പണി കിട്ടുമോ നോക്കി വന്നേ. പണി കഴിഞ്ഞ് വന്നോ രാവിലെ തന്നെ? ഞാനൊരു പണി ഉണ്ടോ നടന്നിട്ട് ഒരു പണിക്കും പോകാതെ ആര് പറ്റിച്ചല്ല. അച്ഛന്റെ വർഷാപ്പിൽ പഠിക്കുണ്ടോ വണ്ടിയാണ്. അച്ഛന്റെ വർഷാപ്പിൽ പഠിക്കുണ്ടോ വണ്ടിയാ. എന്തുണ്ടോ എന്നൊക്കെയുള്ള 5 പൈസ ഇല്ലാണ്ട് അങ്ങോട്ട് ഷൂട്ട് പോകുന്ന ഓന്റെ ലുക്ക് ഉണ്ടാവും. രാവിലെ തന്നെ പരിപാടി എന്താ? പൈസന്റെ പരിപാടി എന്താ പരിപാടി ഉണ്ട്. എന്റെ അടുത്തുണ്ടോ പൈസ? പൈസന്റെ പരിപാടി ഉണ്ട്. പൈസ ഉണ്ടോ? പഴയ ജതിൻ രാംദാസ് അല്ലടാ, പുതിയ രാംദാസ്. ഫണ്ട് വരുന്നുണ്ട്. ഫണ്ട് വിഷയമല്ലാണ്ട് പൈസ എടുക്ക്. എത്ര വേണ്ടേ? ഇതെന്താ എത്ര വേണ്ടേ പറയും. എടുക്കുള്ള കേട്ടോ. ഉറപ്പിയോ? ഒന്ന് പോടാ. മതി. ഇപ്പൊ എന്നെ കൊണ്ട് മതി. അച്ഛന്റെ വർഷം 5 സെന്റ് സ്ഥലം വാങ്ങിക്കോ. എവിടെ? ഹൈലൈറ്റ് മാളിന്റെ ബാക്കിലാ? അല്ല, ഈ പഴയ കോമഡി ആയിട്ട് ഇറക്കല്ലേ? നമുക്ക് എന്താ വേണ്ടപ്പോ പറയും. പൈസ പരിപാടി പ്ലാൻ പറയടാ. അതന്നെ പരിപാടി. എന്താ സ്വകാര്യ കൂട്ടാതെ അവിടെ നിന്നോ? മുടിയന്റെ മുടി വെച്ചിട്ട് പരിപാടി ഉണ്ട്. എന്താ പനിക്ക് പറഞ്ഞാലോ? ഇപ്പോഴോ? പോണ്ട, ഇവനെ കോലം കെട്ട ഇപ്പൊ പോയ ടീമിന്റെ അച്ഛനോട്ട്. അപ്പം പനിക്ക് പോണ്ട, വേറെ പോവാ. എന്തായാലും എന്തൊക്കെ ഉപകാരട്ടെ. മുടിയൊക്കെ നീട്ടി നടന്നല്ലേ? ലുക്ക് ഉണ്ടല്ലേ? എന്താണ് ഈ സ്വകാര്യം പറയണേ? എന്താ പരിപാടി പറയും. പനിക്ക് പോയാലോ? പോണ്ടടാ. എടാ വേറെന്താ പരിപാടിടാ? എന്റെ മേലെ കൊലക്കി കൊടുക്കാനുള്ള പരിപാടി. ഒരു കാവിമുണ്ടും കുറച്ച് ഭസ്മവും ഒരു താരവും. സൺഡേ സെറ്റ് ഒന്ന് വൈകുന്നേരവും AC നടക്കും. ഇപ്പൊ നടക്കും. ഒരാള് പോയിട്ടുള്ളൂ. ഇതില് പെട്രോൾ ഉണ്ടോ? വണ്ടിയാണ്. അപ്പോ തുടങ്ങല്ലേ? ഇത് പിടിക്ക്. നല്ല പൈസക്കാര ഏരിയ, ഇവിടെ തന്നെ കയറാം. കാര്യമായിട്ടൊന്ന് തടയും. ഭഗവതി അല്ലടാ മുരുകേ. ഓ മുരുക.
കുറച്ച് എക്സ്ട്രാ തിന്നാലും ആൾക്കാർ ശ്രദ്ധിക്കുന്നു അല്ലേ? പനിക്കാണ് എന്തിനെന്തെങ്കിലും ഈ നേരത്തോ വൈകുന്നേരത്തേക്കുള്ളായോ എന്താണ് പനിക്കാണ് ദക്ഷിണ എന്തെങ്കിലും മൂന്നാളോട് ഒരുമിച്ച പണിക്ക് ഞങ്ങൾ മൂന്നൊന്നാക്കലാണ്. എന്ത് മൂന്ന് എല്ലാ വഴിപാടും അങ്ങനെ കാര്യമായിട്ടെന്താ കിട്ടിയാല് അത് നടന്നാട്ട് പോകും. വഴിപാടിന്റെ പരിപാടികളൊക്കെ ഉണ്ട്. ആയിക്കോട്ടെ ഞാൻ അമ്മ വിളിക്കാം. അമ്മേ കാര്യമായിട്ട് എന്താ ഉണ്ടാവും? 5 രൂപയുണ്ട്. തയ്യൂല പിന്നെ യാത്രക്ക് പോലും ഓക്കെ അമ്മയോട് പറയാം. അമ്മ അത് പോരാന്ന് കഞ്ഞികളാണല്ലോ. പൂജ ചെയ്യാനട്ടോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണട്ടോ. മോനെ 5 രൂപ നീന്നല്ലോ അച്ഛന്റെ സ്വഭാവ. ചേച്ചി അല്ല അച്ഛല്ലേ. ഓ മുരുക ഗ്രഹിച്ചിരിക്കുന്നു. ഉമ്മാരൊക്കെ പോയോ? ഇടാ മുരുക ആണ്ടവാ നിക്കണ ആരുണ്ടാ. നല്ല ഇരുമ്പാണല്ലോ, വിറ്റാൽ നല്ല പൈസ കിട്ടും. ആരും ഇല്ലാന്ന് തോന്നുന്നു. മറ്റവനൊന്ന് വിളിക്കാം. എവിടെയാള്? നല്ലൊരു കോളൊത്തിട്ടുണ്ട്. അപ്പോൾ കുറേ കൺസ്ട്രക്ഷൻ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് രാത്രി നൈസായിട്ട് അങ്ങോട്ട് കൊണ്ട് വിറ്റാലോ? അയ്യാ വണ്ടി ഇങ്ങോട്ട് പോര്. കാല് നടന്നെടുത്ത് കാല് പൊട്ടിട്ട് ഇങ്ങളൊരു ഇപ്പടാണ്ട് 2 വീട് കയറിയാൽ റെഡിയാവും. അല്ല ഒരു മിനിറ്റ് ഇപ്പോൾ കുറച്ച് സ്വാമിമാരൊക്കെ ഉണ്ട്. ഇത് പോയിട്ട് ഞാൻ വിളിക്കാം. ഒഴിവാക്കണേ സ്വാമി. സ്വാമി പതിനുമലേക്കാണ്. ദക്ഷിണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ സീസണൊക്കെ ആണോ? കഴിഞ്ഞില്ല ഇതിന്റെ ഓഫ് സീസൺ ആണല്ലോ. ഓഫ് സീസണിലുള്ള യാത്ര. ഞങ്ങൾ തിരക്ക് വരണ്ടാ പോവാറ്. അല്ലേ ദക്ഷിണ എടുക്കുക മുരുക അനുഗ്രഹിക്കുന്നു. കാര്യസാധ്യത എന്താ വെച്ചാൽ വിചാരിച്ചോളി. ശുഭമായി നടക്കായിരിക്കും. കാര്യായിട്ടുള്ള സാധനമാണല്ലോ അല്ലേ? വഴിപാട് വേണ്ടി വരുമോ? വഴിപാട് വേണ്ട, അനുഗ്രഹിച്ചാല്. അല്ല എന്താ ഇവിടെ പരിപാടി? എന്താ ഇവിടെ ഇവിടെ ചെറിയൊരു സ്വാമികളെ പോവാ. മുരുക കാര്യായിട്ടുള്ള തന്നെ അല്ലേ? സ്വാമിമാര് പോയിണ്ട്. അയ്യ എത്രയും പെട്ടെന്ന് വണ്ടി എടുത്ത് ഇങ്ങോട്ട് പോര്. കാട്ട് കളറാട്ടോ. ഇരുമ്പ് സാധനം കടിച്ചു മാറ്റാനുള്ള പരിപാടിയാ. അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് അതാക്കാം. ഇന്നത്തെ പരിപാടി കഴിഞ്ഞോട്ടെ. എല്ലാവരും ചങ്ങായി പോയി. ഇത്ര നേരായി നമ്മളെ പിന്നെ പറ്റിക്കാം. അല്ലേ തന്നെ ഉടായ്പ. രാവിലെ തന്നെ ഒരു ഉടായ്പ നോക്കിയതാണ് നമുക്ക് സാധനം കിട്ടിയത്. വന്നിട്ട് അവന്റെ 10 ഷോ വിളിച്ചു നോക്കണോ? നോക്കണോ? ഇത് നേരത്തെ വാങ്ങിയ സാധനം നിങ്ങളെ കാരണത്തല പൊട്ടി. നിങ്ങളെ വണ്ടി റോഡ് മോശമായിട്ടിന്റെ കുറ്റ. ഇത് നോക്കേ പൊട്ടിക്കല്ലേ. അടുത്ത പരിപാടി നോക്കി നിൽക്കട്ടെ. ഇനി സാധനം പൊട്ടിക്കണ്ട. സാധനം പൊട്ടിക്കോ. വെച്ചോ, വൃത്തിയിൽ വെച്ചോ. വെക്കി വെള്ളം ടച്ചപ്പൊക്കെ വാങ്ങി. ടച്ചപ്പൊക്കെ ഇല്ലേ? ഞാൻ സാധനം തരട്ടെ. ഞാൻ പോയിക്കോടെ. ഞായറാഴ്ച വെറുതെ കിടന്നില്ലേ? ഓരോന്ന് ചെയ്യരുത്. ഓരോ എനിക്ക് ഒറ്റയ്ക്ക് അടിക്കണം. അയ്യോ സാധനം
വെറുതെ എന്നെ കൊണ്ട് വേഷം കെട്ടിച്ചിട്ട് വേറെ ഭാഗം അന്ന സ്വാമിയാക്കി മാറ്റിക്കാട്ടി അതെ ഇന്ന് അടിക്കാൻ യോഗമില്ല. രണ്ടെണ്ണം വാങ്ങി രണ്ടും പൊട്ടി. ഒന്നുകൂടി വാങ്ങിയാലോ? 3 എന്ന് പോണ കൊടുത്തു വാങ്ങാൻ എന്താ പൈസ വേണ്ടേ? എടാ ഇന്ന് നാട്ടാറെ തെണ്ടി കാലിലെ ചെരുപ്പും തേങ്ങ. നമ്മളിപ്പോ 2 കുപ്പി വാങ്ങി, 2 കുപ്പിയും പൊട്ടി അല്ലേ? എനിക്കൊരു സംശയം, നമ്മള് മുരുകനെ വെച്ച് കളിച്ചതുകൊണ്ടാണോ ഇത് കിട്ടാഞ്ഞേ? നമ്മളേ ആണോ? ഒന്ന് പഴനിക്ക് പോയാലോ? പോയി വരാനാല്. അല്ല 2 കുപ്പി പൊട്ടിപ്പോയില്ലേ? ഒരു സംശയം, വൈകിട്ട കളി ആയോ എന്നുള്ളത്. നമുക്ക് ഒന്ന് നോക്കണം, നമുക്ക് ശൂലം കുത്തിയിട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ ഞാനില്ല, നീ ഒറ്റ കുത്തിയാ മതി. നമ്മള് പോകുമ്പോ എല്ലാരും ഒരേപോലെ പോണം. ഒരാളായിട്ട് പോയാ അല്ലല്ല ശൂലം കുത്തി പോടാം. കാരണം നമ്മള് ഐഡിയ ആണല്ലോ. ഈ ആദ്യം കുത്താം. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മള് ആദ്യം കുത്താം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അടിക്കലുണ്ടാവില്ല. ഇനിയും പിന്നെ അടിക്കലുണ്ടാവില്ല. അടുത്തവൻ പൊട്ടിയാലോ? ആ ദേ നമുക്ക് അതാണ് തീർക്കുക. എന്റെ ശാപം നടക്കണ്ടാവും. നോക്കേ നീക്കി ഇപ്പൊ ഇന്ന് തന്നെ ആക്കാം. ദേ ആദ്യം അമ്പലക്കുളത്ത് പോയി കുളിച്ച് കുളിച്ച് വൃത്തിയായിട്ട് മറ്റേ കാട്ടിലുള്ള മൃഗക്ഷേത്രത്തിൽ പോയിട്ട് ഒന്ന് തൊഴാ, എന്നിട്ട് അങ്ങോട്ട് പോവാ അല്ലേ? ദേ എന്നാ നീക്കല്ലേ? നീക്ക് എന്താൾക്ക് പോയത് പോയി പോട്ടെ. നമ്മള് 3 ആൾ ഇതിൽ പോലേ? 3 ആള് ഷോക്കപ്സർ ആദ്യം ഡയലോഗ് അടിച്ച എന്റെ ഷോക്കേസ് നട്ടെണ്ണ മുക്കണ്ടേ? 4 കുന്തത്തിലെ കുമരനിക്ക് കൊണ്ടാട്ടം